കലിയോടെയാണ് ഹരി ഹോസ്പിറ്റലിൽ വന്നത്. ഐസിയുവിൻ്റെ മുന്നിൽ തലക്കും കൈ കൊടുത്തിരിക്കുന്ന പത്മയെ കണ്ടപ്പോൾ അവർക്കടുത്തേക്ക് പാഞ്ഞു. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ ആൾ വന്നോ? അവൻ ശബ്ദം കടുപ്പിച്ച് ചോദിച്ചു. ഒരാൾ വന്നിട്ടുണ്ട്. മറ്റെങ്ങോ നോക്കിയിരുന്ന് പത്മ മറുപടി കൊടുത്തു. ഹരി സീറ്റിൽ ചെന്നിരുന്നു. അച്ഛൻ എന്താ പറ്റിയെന്ന് പോലും ചോദിക്കാതെ ഇരിക്കുന്ന അവനെ പത്മ അത്ഭുതത്തോടെ നോക്കി. ഹരി, നീ ഇവിടെ ഉണ്ടാവില്ലേ? ഞാനിപ്പോൾ വരാം. ആ, അവൻ അലസമായി മൂളി. പത്മ ബദ്രി കിടക്കുന്ന റൂമിലേക്ക് നടന്നു. വാതിൽക്ക് തന്നെ രാമനാഥൻ നിൽപ്പുണ്ടായിരുന്നു. കണ്ണൻ. അവർ കണ്ണു നിറച്ചുകൊണ്ട് അയാളെ നോക്കി. കുഴപ്പമൊന്നുമില്ല, അകത്തുണ്ട്. അയാൾ മറ്റങ്ങേ നോക്കിക്കൊണ്ട് മറുപടി കൊടുത്തു. പത്മ തലയാട്ടിക്കൊണ്ട് റൂമിലേക്ക് കയറി. ബൈസ്റ്റാൻഡേഴ്സ് ബെഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പവും ശങ്കറും. ഇച്ചു നൈഷു ഒറ്റക്കായതുകൊണ്ട് നേരത്തെ പോയി. അച്ചു ബദ്രിയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ ഇടത് കൈയിലെ കുഞ്ഞു കുഞ്ഞു മുറിപ്പാടിലേക്ക് അവൾ ഊതിക്കൊടുക്കുന്നുണ്ടായിരുന്നു. കണ്ണാ, ഒരു തേങ്ങലോടെ വിളിച്ചുകൊണ്ട് പത്മ ബദ്രിക്കടുത്തേക്ക് ഓടിച്ചെന്നു. എന്താടാ, എന്താ ഇതൊക്കെ? അവൻ്റെ മുഖത്തും കയ്യിലൊക്കെ നോക്കിക്കൊണ്ട് വേദനയോടെ ചോദിച്ചു. ദത്തൻ സാറിൻ്റെ മകൻ്റെ പ്രതികാരം, അവരെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു. പത്മയ്ക്ക് ഒന്നും മനസ്സിലായില്ല. അല്ല, ഹരിയുടെ അച്ഛന് എങ്ങനെയുണ്ട്? ഒന്നും പറയാനായിട്ടില്ല. പത്മയുടെ കണ്ണുകൾ നിറഞ്ഞു. ബദ്രി കൂടുതലൊന്നും പറഞ്ഞില്ല. ഡാ അപ്പു, ഇവൾ ഉച്ചക്ക് വല്ലതും കഴിച്ചോടാ? മരുന്ന് കൊടുത്തോ? ബദ്രി എന്തോ ഓർത്ത പോലെ അപ്പുവിനോട് ചോദിച്ചു. ഇല്ല കണ്ണേട്ടാ. ഇല്ലെന്നോ? നേരം സന്ധ്യയായി. ബദ്രി അവനോട് ദേഷ്യത്തോടെ പറഞ്ഞു. കിണ്ണൻ തന്നാലേ കഴിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാ? അപ്പം മുഖം വീർപ്പിച്ചു. കിണ്ണൻ തന്നാലേ അച്ചു കഴിക്കൂ. അച്ചു ചമ്രം പടിഞ്ഞിരുന്നു. എൻ്റെ കൈകൊണ്ടി വാരിത്തരാൻ പറ്റില്ലല്ലോ അച്ചുട്ടിയെ, അവൻ നെറ്റി ചൊളിച്ചുകൊണ്ട് ദയനീയമായി പറഞ്ഞതും അച്ചുവിൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. അപ്പോൾ കിണ്ണം വാരി തരൂലേ? കൈകൊണ്ട് വയ്യല്ലോ, അപ്പോൾ കിണ്ണന് വാരി തരേണ്ടി വരൂ, അവൻ കുസൃതിയോടെ പറഞ്ഞു. ഞാനോ? അല്ലാതെ ആരാ എനിക്ക് വാരി തരിക? അവൻ ചുണ്ടി പിളർത്തി അവളെ നോക്കി. ഞാൻ തന്നെ വാരി തരണോ? ഈ പെണ്ണ്, നീ എൻ്റെ ആരാ? അവളുടെ കയ്യിൽ പിടിച്ചവൻ ചോദിച്ചു. ഞാൻ ഭ്രാന്തി, അല്ല കിണ്ണൻ്റെ ഭാര്യ. അതും പറഞ്ഞവൾ ചിണുങ്ങി ചിരിച്ചു. ഒപ്പം ഭദ്രിയും. അപ്പോഴാണ് പത്മ അവളുടെ നെറുകയിലെ മാഞ്ഞുകിടക്കുന്ന സിന്ദൂരം ശ്രദ്ധിച്ചത്. അമ്മയുടെ ഇരിക്കെ ശങ്കർ പത്മയോട് പറഞ്ഞു. വേണ്ട മോനെ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഹരി ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെയാണ്. അത് തൻ്റെ ഭർത്താവിന് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ. രാമച്ചൻ അകത്തേക്ക് കയറി വന്നു. പത്മ ഭദ്രയോട് പറഞ്ഞ് റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ബില്ലൊക്കെ അടച്ച് നമുക്ക് പോകാം, രാമച്ചൻ ചോദിച്ചു. അടുത്ത ആഴ്ച മുറിവ് ഡ്രസ്സ് ചെയ്യാൻ വരണമെന്ന് പറഞ്ഞു. പ്ലാസ്റ്റർ കുറച്ചുനാൾ ഇടേണ്ടി വരും. ബദ്രി ഒന്ന് പതിയെ നിവർന്നിരുന്നു. ശരീരം മുഴുവൻ വേദന വ്യാപിച്ചു. അവൻ്റെ മുഖം ചുളിഞ്ഞു. വാ, ഞാൻ പിടിക്കാം. ശങ്കർ മുന്നോട്ട് വന്നു. ശങ്കറും രാമച്ചനും കൂടെ അവനെ താങ്ങിപ്പിടിച്ച് പുറത്തേക്കിറങ്ങി. ഹോസ്പിറ്റലിൻ്റെ മുറ്റത്ത് ഫോണിൽ സംസാരിച്ചിരിക്കുന്ന ഹരിയെ കണ്ടപ്പോൾ ബദ്രി ഒന്ന് ചിരിച്ചു. ഹരിയുടെ മുഖം ചുവന്നു. ബദ്രി ശങ്കറിൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് ഹരിയുടെ അടുത്തേക്ക് ചെന്നു. തൊപ്പി പോയല്ലേ? കാത്തിരുന്നോ? വൈകാതെ നമുക്ക് കാണാം. ബദ്രി അവനെ ഒന്ന് കണ്ണിറുക്കി ചിരിച്ചുകൊണ്ട് കാറിനടുത്തേക്ക് നടന്നു. അച്ചു ഓടി വന്ന് കാറിൽ കയറുന്നത് ഹരി കണ്ടു. മുഖം കാണാൻ പറ്റിയില്ല. അതേസമയം അവൻ്റെ കയ്യിലിരുന്ന ഫോൺ വാട്സാപ്പിൽ അവളുടെ ഫോട്ടോ ഡൗൺലോഡായി കഴിഞ്ഞിരുന്നു. ഡോക്ടർ, അദ്ദേഹത്തിന്. സാരിത്തുമ്പിൽ തെരുത്തു പിടിച്ചുകൊണ്ട് പത്മ ഡോക്ടറെ നോക്കി. എൻ്റെ ക്യാബിനിലേക്ക് വരൂ, ഗൗരവഭാവത്തോടെ പറഞ്ഞുകൊണ്ട് ഡോക്ടർ മുന്നോട്ട് നടന്നു. പത്മ ഹോസ്പിറ്റൽ വരാന്തയിലേക്ക് വെറുതെ ഒന്ന് നോക്കി. ഹരിയെ കാണാനില്ല. പിന്നെ ഡോക്ടറുടെ പിന്നാലെ ചെന്നു. ഇരിക്കൂ. ഡോക്ടറുടെ നിർദ്ദേശം കേട്ട് പത്മ അയാളുടെ മുന്നിലേക്ക് ചെന്നിരുന്നു. ബ്ലഡ് കുറെ പോയിട്ടുണ്ട്, അറിയാലോ. ഓപ്പറേഷൻ സക്സസ് ആണ്. ഇനി ആള് കോൺഷ്യസ് ആയാലേ ബാക്കി പറയാൻ കഴിയൂ. പത്മ ഒന്ന് തലയാട്ടി. അമ്മ മാത്രമേ ഉള്ളൂ, മക്കൾ? ഡോക്ടർ തിരക്കി. പെട്ടെന്ന് ഡോറിൽ ആരോ മുട്ടി. ഡോക്ടർ മുഖം ചെരിച്ചു നോക്കി. ഹരിയായിരുന്നു. വരൂ. ഹരി അകത്തേക്ക് കയറി. ഐ എം ഹരികൃഷ്ണൻ IPS, ഹരി മുന്നോട്ട് വന്ന് പറഞ്ഞു. ഡോക്ടർ അവനെ സംശയത്തോടെ നോക്കി. ദേവദത്തൻ്റെ മകനാണ്. ഹോ, ഇരിക്കണം സാർ, ഡോക്ടർ ചിരിയോടെ പറഞ്ഞു. ഹരി പത്മയുടെ അടുത്തിരുന്നു. ദത്തൻ സാറിൻ്റെ കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കൈക്കും കാലിനും പൊട്ടലുണ്ട്, നട്ടലിന് ചെറിയ ചതവും. ഡോക്ടർ ടേബിളിലിരുന്ന റിപ്പോർട്ട് ഹരിക്ക് നേരെ നീട്ടി. 2 ദിവസം കഴിഞ്ഞാൽ വേണേൽ ഡിസ്ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഡോക്ടർ ഹരിയെയും പത്മയെയും മാറി മാറി നോക്കി. വീട്ടിലേക്ക് കൊണ്ടുപോകുവാണ് ഡോക്ടർ.
ഇവിടെ എന്നും വന്ന് നിൽക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാണ് ഞാൻ. പിന്നെ അവിടെ നോക്കാൻ ചെറിയമ്മയുണ്ടല്ലോ, അത് മതി. ഹരി റിപ്പോർട്ട് തിരികെ കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഡോക്ടറോട് സംസാരിച്ച് പുറത്തേക്കിറങ്ങി. ഞാൻ വീട്ടിൽ പോകുക, ഹരി ഫോണിലേക്ക് നോക്കി പറഞ്ഞു. അച്ഛനെ ICUന്ന് ഇപ്പോൾ മാറ്റും. കാണണ്ടേ നിനക്ക്? പത്മ പ്രതീക്ഷയോടെ അവനെ നോക്കി. കാണാൻ മാത്രം എന്തിരിക്കുന്നു, ഞാൻ പോകുക, ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു. പത്മ പുച്ഛത്തോടെ അവൻ പോകുന്നത് നോക്കി നിന്നു. എന്നാലും എൻ്റെ കൃഷ്ണ, ആ ചെറുക്കൻ എങ്ങനെയാ ഇതിനെ ഇങ്ങനെ തല്ലിച്ചതക്കാൻ തോന്നിയത്? ബദ്രിയുടെ നെറുകൾ തലോടിക്കൊണ്ട് കണ്ണീർ വാർക്കുകയാണ് രാമനാഥൻ്റെ അമ്മ. ബദ്രി കട്ടിലിൽ ചാരിയിരുന്ന് അവരെ നോക്കി. വീട്ടിൽ ഒരുത്തനുണ്ട് നിന്റെ പ്രായത്തിൽ, പാർട്ടിയെന്നും പറഞ്ഞ് വീട്ടിൽ കയറാതെ കൂടുതൽ നേരം പോലീസ് സ്റ്റേഷനിൽ തന്നെ ഉണ്ടാവും. രാത്രി പാർട്ടിക്കാർ തന്നെ കയ്യോ കാലോ ഒടിഞ്ഞ അവസ്ഥയിൽ ഉമ്മറത്ത് കൊണ്ടിരുത്തി പോകും. നിന്നെ കാണുമ്പോൾ അതാ ഓർമ്മ വരുന്നത്. രാമച്ചൻ ചുമരിൽ ചാരി നിന്നുകൊണ്ട് അച്ഛമ്മയെയും കൊച്ചുമകനെയും നോക്കി. ഇന്നിനി ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട, രാത്രിയിലേക്കുള്ളത് ഞാൻ കൊടുത്തേക്കാം ഇവൻ്റെ കയ്യിൽ. അവർ സ്നേഹത്തോടെ ബദ്രിയുടെ നെറുകയിൽ തലോടി. ഇത് മുഴുവൻ അച്ചമ്മ ഉണ്ടാക്കിയതാണോ? എന്തൊരു ടേസ്റ്റാ! ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞുകൊണ്ടുവന്ന അച്ചപ്പോ ഉണ്ണിയപ്പവും എടുത്ത് കഴിക്കുന്ന തിരക്കിൽ അപ്പു ചോദിച്ചു. ഇങ്ങോട്ട് വരുമല്ലേ? അപ്പോൾ ഉണ്ടായിരുന്നത് കൊണ്ടുവന്നതാ. നാളെ ആവട്ടെ, അച്ചമ്മ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി കൊടുത്തേക്കാം മക്കൾക്ക്. അവർ അപ്പുവിനെ വാത്സല്യത്തോടെ നോക്കി. രാമ, കാറിൽ കുറച്ച് മൾബറി ഇരിപ്പുണ്ട്. മൾബറിയോ? ഞാൻ എടുത്തോണ്ട് വരാം. അച്ചമ്മ പറഞ്ഞു തീരും മുമ്പേ അപ്പു പുറത്തേക്കോടി. തൊടിയിൽ നന്നായി കാച്ചി നിൽക്കുന്നുണ്ട്. നിറം വന്നത് ഇങ്ങ് പൊട്ടിച്ചു. അവിടെ ആരാ ഇതൊക്കെ കഴിക്കാൻ? ചിരിച്ചുകൊണ്ടിരുന്ന ബദ്രിയെ നോക്കി അവർ പറഞ്ഞു. ആഹാ, അച്ചുമോളെന്താ കഴിക്കാത്തത്? രാമച്ചൻ ചോദിക്കുന്നത് കേട്ടാണ് ബദ്രി ജനലോരത്ത് കയ്യിലൊരു ഉണ്ണിപ്പവും പിടിച്ച് തലയും താഴ്ത്തി നിൽക്കുന്ന അച്ചുവിനെ നോക്കിയത്. നിക്ക് വേണ്ട, ചുണ്ട് വിളർത്തിക്കൊണ്ട് ബദ്രിയെ നോക്കിയായിരുന്നു പറഞ്ഞത്. അതെന്താ മോളെ? ഭവാനിയമ്മ അവളെ വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ചു. അച്ചു സങ്കടത്തോടെ അവരിൽ നിന്ന് മാറി നിന്നു. ബദ്രിയെ നോക്കി കണ്ണു നിറച്ചു. ആ വലിയ കണ്ണുകളിൽ വെള്ളം നിറഞ്ഞത് കണ്ടപ്പോൾ അവൻ്റെ ഉള്ളൊന്നു പിടഞ്ഞു. അച്ചുട്ടാ! ബദ്രി അവളെ സ്നേഹത്തോടെ അടുത്തേക്ക് വിളിച്ചു. വിളി കേൾക്കാൻ നിന്നതുപോലെ ഓടി അവരടുത്ത് എത്തിയിരുന്നു. എന്തു പറ്റി? അവളുടെ കയ്യിൽ പിടിച്ച് അടുത്തിരുത്തുകൊണ്ട് അവൻ ചോദിച്ചു. ഒന്നും മിണ്ടാതെ അവൻ്റെ നെഞ്ചിലേക്ക് തല ചായ്ച്ചു. അച്ചുവിനെ കിണ്ണം നോക്കിയില്ലല്ലോ, മിണ്ടിയില്ലല്ലോ. സങ്കടം കൊണ്ട് അവളുടെ ശബ്ദം ഇടറി. അവൻ അവളെ ചേർത്തി പിടിച്ചു. അച്ചുവിന് കിണ്ണനെ ഇഷ്ടമല്ല. ആ വലിയ കണ്ണുകൾ അവന് നേരെ ഉയർന്നു. പതിവ് പല്ലവി തന്നെ. ബദ്രി രാമച്ചനെ നോക്കി. വാ അമ്മേ, നമുക്ക് പുറത്തിരിക്കാം. രാമച്ചൻ അമ്മയും കൊണ്ട് പുറത്തേക്കിറങ്ങി വാതിൽ ചാരിയിട്ടു. അവർ പോയതും ഇടം കൈകൊണ്ട് ബദ്രി അച്ചുവിൻ്റെ മുഖം ഉയർത്തി. അച്ചുട്ടിയുടെ ആരാ ഞാൻ? അവളുടെ നിറകണ്ണുകളിലേക്ക് നോക്കി അവൻ ചോദിച്ചു. എൻ്റെ കിണ്ണൻ. ചുണ്ട് വിതുമ്പിക്കൊണ്ട് പെട്ടെന്ന് തന്നെ അവൾ മറുപടി കൊടുത്തു. ആണല്ലോ, അപ്പോൾ കിണ്ണന് അച്ചുട്ടനെ ഇഷ്ടാവാതിരിക്കുമോ? കിണ്ണന് അച്ചുട്ടിയുടെ ഇഷ്ടം മാത്രമേ ഉള്ളൂ. മെല്ലെ ആ ഉണ്ടക്കവിളിൽ അധരം അമർത്തിയവൻ. എന്നിട്ടെന്താ അച്ചുവിനോട് മിണ്ടാത്തേ? അച്ചുവിന് കരച്ചിൽ വന്നു. ആണോ? എന്നാൽ സോറി പറയാം. അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് അവൻ പറഞ്ഞു. സോറി വേണ്ട, ഇവിടെ ഒരു ഉമ്മ തന്നാ മതി. കുറുമ്പോടെ അവന് നേരെ കവിള് കാണിച്ചു കൊടുക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ കുസൃതി നിറഞ്ഞു നിന്നു. അവളോടുള്ള പ്രണയം അവനിൽ കൂടി. ചുംബനം കൊണ്ട് ഒരു വേള മൂടാൻ അവൻ്റെ ഹൃദയം വെമ്പി. വികാരങ്ങളെ ഒരു ചുംബനത്തിൽ കോർത്തിണക്കിയവൻ അവളുടെ കവിളിൽ അമർത്തി ചുംബിച്ചു. ഇപ്പോൾ പിണക്കം മാറിയോ? കാതിലെ കുഞ്ഞിക്കമലിൽ മെല്ലെ കടിച്ചു. ചുണ്ടിൽ ഒരു ചിടി വിടർത്തി അവൾ കയ്യിലെ ഉണ്ണിയപ്പം അവന് നേരെ നീട്ടി. അവൻ കുറുമ്പോടെ വാ തുറന്നു. കിണ്ണ എന്താ കൈ നീട്ടാത്തേ? അച്ചു ചുണ്ടു കുറിപ്പിച്ചുകൊണ്ട് ചോദിച്ചു. എൻ്റെ കൈക്ക് വയ്യല്ലോ. പ്ലാസ്റ്റർ ഇട്ട കൈ കാണിച്ചുകൊണ്ട് അവൻ സങ്കടത്തോടെ പറഞ്ഞു. അത് കണ്ടപ്പോൾ അവൾക്കും സങ്കടായി. ഒറ്റ നിമിഷം കൊണ്ട് ആ കണ്ണുകൾ തുളുമ്പി. അവൻ്റെ വായിലേക്ക് ഉണ്ണിയപ്പം വെച്ചു കൊടുത്തു. എൻ്റെ പൊന്നോ, എങ്ങനെയാ നിനക്ക് ഒന്ന് പറയുമ്പോഴേക്കും രണ്ടാമത്തേന് കണ്ണിൽ വെള്ളം വരുന്നേ? തിന്നുന്നതിനിടയിൽ കൈ ഉയർത്തി കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൻ ചിരിയോടെ ചോദിച്ചു. സങ്കടായിട്ടാ? അവൾ വിതുമ്പി. അച്ചോടാ. അവൻ അവളെ അവൻ്റെ നെഞ്ചോട് ചേർത്തിരുത്തി. നെറുകയിൽ ഒരു നേർക്ക് ചുംബനം നൽകി. അച്ചുട്ടിയേ. എന്താ കിണ്ണ? കണ്ണമർത്തി തുടച്ചുകൊണ്ട് അവൾ ചോദിച്ചു. ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ. കിണ്ണനും കഴിച്ചില്ലല്ലോ. അവൾ എഴുന്നേറ്റിരുന്ന് അവനെ നോക്കി. അച്ചു അല്ലേ എനിക്ക് കഴിക്കാൻ തരണ്ടേ? എനിക്ക് വയ്യല്ലോ. കട്ടിലിൻ്റെ ഹെഡ്രസ്റ്റിലേക്ക് ചാരിയിരുന്നവൻ അവളുടെ കവിളിൽ തഴുകി. അപ്പോൾ അച്ചുവിന് തരാ?
അവൾ അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അച്ചു ഒറ്റക്ക് കഴിക്കും, കൂടെ എനിക്കും വാരിത്തരും. ഭർത്താവിനോട് സ്നേഹമുള്ള ഭാര്യമാരൊക്കെ അങ്ങനെയാ. അത് കേട്ട് അവൾ കണ്ണുകൾ വിടർത്തി അവനെ നോക്കി. ആ ഉണ്ടക്കണ്ണുകളിൽ കൗതുകമായിരുന്നു. കിണ്ണൻ അച്ചുവിൻ്റെ ഭർത്താവാ? തിളങ്ങുന്ന കണ്ണുകളോടെ അവൾ ചോദിച്ചു. ഞാൻ അച്ചുവിൻ്റെ ഭർത്താവും അച്ചൂട്ടി എൻ്റെ ഭാര്യയും. ചിരിയോടെ അവളുടെ തോളിൽ താടി മുട്ടിച്ചവൻ പറഞ്ഞു. ആണോ? അപ്പോൾ വയ്യാതിരിക്കുന്ന ഭർത്താവിന് ചോറ് വാരി കൊടുക്കേണ്ടത് ആരാ? ഭാര്യ, കിണ്ണൻ്റെ ഭാര്യ ഞാൻ, സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ചു. വേദന കൊണ്ട് അവൻ്റെ മുഖം ചുളിഞ്ഞു. കണ്ണുകൾ മുറുക്കെ അടിച്ച് അവളുടെ തോളിൽ മുഖമമർത്തിയിരുന്നു. സന്തോഷത്തോടെ തന്നിലേക്ക് ചേർന്ന് നിന്നവളെ അവൻ അകറ്റി നിർത്താൻ തോന്നിയില്ല. തൻ്റെ വേദനയേക്കാളും എത്രയോ ഇരട്ടിയാണ് അവളുടെ സന്തോഷം. തനിക്ക് മുൻഗണന തൻ്റെ പെണ്ണിൻ്റെ സന്തോഷത്തിലാണ്. ചിരിയോടെ ഓർത്തുകൊണ്ട് അവൻ ഇടത് കൈകൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ചു. പെട്ടെന്ന് അവൾ മുഖമുയർത്തി അവൻ്റെ മുഖത്താകെ നോക്കി. ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു. ആ ചിരിയുടെ മാന്ത്രികതയിൽ അവൻ മുഴുകി. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അവളുടെ അധരങ്ങൾ അവൻ്റെ ചുണ്ടിൽ അമർന്നു. ഒരു റോസാപ്പൂവിൻ്റെ ഇതൾ ചുണ്ടിലേക്ക് പാറി വീണതുപോലെ അവന് തോന്നി. കണ്ണുകൾ മെല്ലെ അടച്ചു. ഒരു നേർത്ത ചുംബനം നൽകിക്കൊണ്ട് അവൾ അവനിൽ നിന്നും അകന്നിരുന്നു. അപ്പോഴും ചുണ്ടിൽ അതേ ചിരിയായിരുന്നു. സ്വയം ചുണ്ടെന്ന് നാവുകൊണ്ട് ഒഴിഞ്ഞവൾ അവനെ നോക്കി. അച്ചുവിന് കിണ്ണനോട് പ്രേമാ? അതാ ഇവിടെ ഉമ്മ വെച്ചത്? അവൾ കുസൃതിയോടെ അവൻ്റെ ചുണ്ടിൽ തൊട്ട് കാണിച്ചു. ആണോ? മുഖം താഴ്ത്തി അവൻ അവളെ ഉറ്റുനോക്കി. ഷോ പോ കിണ്ണ. ചിണുങ്ങിക്കൊണ്ട് അവൾ അവനെ ചുറ്റിപ്പിടിച്ചു. ബദ്രി അത് കണ്ട് പൊട്ടിച്ചിരിച്ചു. വാവേ, വാപ്പച്ചിയുടെ പൊന്നൂസേ. അവളുടെ നഗ്നമായ വയറിൽ മുഖമുരസിക്കൊണ്ട് ഇച്ചു വിളിച്ചു. അവളുടെ വയറിൽ തഴുകി അവൻ മുഖമുയർത്തി നോക്കി. ഈ വയറൊന്ന് വലുതായ നല്ല രസാവും അല്ലേടി? അത് കേട്ട് അവൾ മൗനമായി ചിരിച്ചു. റൂമിലെ അരണ്ട വെളിച്ചത്തിൽ അവൻ കാണുന്നുണ്ടായിരുന്നു പ്രിയപ്പെട്ടവളുടെ മുഖം. ഇച്ചു അവളുടെ മടിയിൽ മലർന്നു കിടന്നു. തട്ടത്തിനുള്ളിലെ അവളുടെ കവിളിൽ തലോടി. എന്തേ? കൗതുകത്തോടെ തന്നെ നോക്കി നിന്നവനെ കണ്ട് നൈഷു മുഖമുയർത്തി ചോദിച്ചു. തോളനക്കിക്കൊണ്ട് ഇല്ലെന്ന് തലയാട്ടി. നീ ഇപ്പോൾ ഒന്നുകൂടെ തടിച്ചിട്ടുണ്ട്. വാവ വന്നാൽ പിന്നെ പറയണോ? അത് കേട്ടപ്പോൾ അവളുടെ മുഖം മാറി. ശരിക്കും ഞാൻ നല്ലോണം തടിച്ചിട്ടാണോ ഇച്ചുക്ക? കൊള്ളത്തില്ലേ എന്നെ കാണാൻ? അവൾ സങ്കടത്തോടെ ചോദിച്ചു. ഇച്ചു ചിരിച്ചുകൊണ്ട് അവളുടെ മുഖം പിടിച്ചു താഴ്ത്തി നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു. തടി കൂടുന്തോറും നിന്റെ മൊഞ്ച് കൂടുവാണടി പെണ്ണെ. കവിളൊക്കെ ചുവന്നു. കവിളിൽ നുള്ളിക്കൊണ്ട് അവൻ പറഞ്ഞപ്പോൾ അവൾ നാണത്തോടെ മിഴികൾ താഴ്ത്തി. എൻ്റെ മോളും നിന്നെപ്പോലെ ഒരു ഗുണ്ടുമണിയാണേ നല്ല ചേലായിരിക്കും. വീടിനകത്തൊക്കെ കുണുങ്ങി കുണുങ്ങി ഓടുന്നത് ഒന്ന് ഓർത്തു നോക്ക്. ഞാനിപ്പോൾ ഇടയ്ക്ക് ഓർക്കാറുണ്ട് എൻ്റെ വാവയെ. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മോളാണോ? അത് ഉറപ്പിച്ചോ? അവൾ അവൻ്റെ മുടിയിഴകൾ തലോടി. മോളായാലും മോനായാലും ഒരു കുഴപ്പമില്ലാതെ കിട്ടിയാൽ മതി. രണ്ടുപേർക്കും ഞാൻ പേര് കണ്ടുവച്ചിട്ടുണ്ട്. തലയിൽ തടുകിക്കൊണ്ടിരുന്ന അവളുടെ കയ്യിൽ ചുണ്ടമർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. ഇത്ര പെട്ടെന്നോ? എന്താ പേര്? കേൾക്കട്ടെ. നൈഷു ആകാംക്ഷയോടെ ചോദിച്ചു. മോളാണേൽ ദാനിയ, മോനാണേൽ ദയാൻ. എന്തായാലും മോനും മോളും വേണമല്ലോ. അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി കണ്ണിറുക്കി. ആഹാ, നിങ്ങളാൾ കൊള്ളാലേക്ക. ഇത്രയൊക്കെ മനസ്സിലുണ്ടല്ലേ? പിന്നെ ഞാൻ ആരാ മോൻ? കള്ളച്ചിരിയോടെ അവൻ അവളുടെ വയറിലേക്ക് മുഖം പൂഴ്ത്തി. പെട്ടെന്ന് അവൻ്റെ ഫോൺ റിങ് ചെയ്തു. ആരാണാവോ ഈ നേരത്ത്? അവൻ ദേഷ്യത്തോടെ എഴുന്നേറ്റ് ഫോൺ നോക്കി. ഡി ഉമ്മച്ചി. അവൻ ഫോണിലേക്ക് നോക്കി സന്തോഷത്തോടെ പറഞ്ഞു. അവളുടെ മുഖവും വിടർന്നു. കട്ടാവുന്നതിന് മുന്നേ കോൾ എടുക്കൂ ഇച്ചുക്ക. അവൻ ആവേശത്തോടെ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. ഇച്ചു നെഞ്ചിടിപ്പോടെ ഫോൺ അറ്റൻഡ് ചെയ്തു ചെവിയിലേക്ക് ചേർത്ത് വെച്ചു.